ആദ്യകാലത്തൊക്കെ നമ്മൾ റെസീപ്റ്റ് സംവിധാനമാണ്. ആ റോഡിൽ നിന്നിട്ട് എസ് ഐമാർ ആ ഒരു ഒഫൻസ് ഡിക്റ്റേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അടയ്ക്കുന്ന ഫൈൻ കൃത്യമായ നമ്മുടെ വണ്ടി നമ്പർ, നമ്മുടെ പേര്, അഡ്രസ്സ്, നമ്മൾ അടയ്ക്കുന്ന തുക, ആ തുക എഴുതി ഏത് നമ്മൾ ഇപ്പോൾ ഒരു ഹെൽമെറ്റ് ധരിക്കുക 194D ഫോർ MB ആക്ട് നോ ഹെൽമെറ്റ് എന്നുള്ള സെക്ഷനിൽ അടച്ചിട്ട് അതിൻ്റെ ഒറിജിനൽ കോപ്പി നിങ്ങൾക്ക് തരികയും അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയുണ്ട്, കാർബൺ വെച്ചാണ് ഇത് എഴുതിക്കുന്നത്. ഈ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഈ അടങ്ങുന്ന റെസിപ്റ്റ് സ്റ്റേഷനിൽ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി കഴിയുമ്പം ഇത്രയും പൈസ എത്ര രൂപ അയാളെന്ന് ഇങ്ങനെ ഒഫൻസിൽ ഡിക്റ്റേറ്റ് ചെയ്തോ അത്രയും രൂപ കൃത്യമായി എണ്ണി എത്ര റെസിപ്റ്റ് കൃത്യമായി അതിന് നമ്പറുണ്ട്, റെസിപ്റ്റിന് ഓരോ നമ്പറുണ്ട്, ആ ബുക്കിനൊരു നമ്പറുണ്ട്. ആ ഇത്രാം നമ്പർ ബുക്കിൽ ഇത്രാം നമ്പർ ലീഫ് തൊട്ട് ഇത്രാം നമ്പർ ലീഫ് വരെ ഞാൻ എൻ്റെ ഡ്യൂട്ടി സമയത്ത് ഒഫൻസുകൾ ഡിക്റ്റേറ്റ് ചെയ്തു, അതിന് ഫൈൻ അടപ്പിച്ചിട്ടുണ്ട് എന്ന് രേഖാമൂലം എഴുതി ആ ഓഫീസ് റൈറ്ററെ ഏൽപ്പിക്കണം. അപ്പം ഓഫീസ് റൈറ്റർ അത് പരിശോധിച്ച ശേഷം ഇന്ന് 45ഓളം ലീഫുകൾ അദ്ദേഹം ഒഫൻസ് ഡിക്റ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ലീഫുകൾ റെസിപ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ റെസിപ്റ്റിൻ്റെ ഓരോ റെസിപ്റ്റ് എണ്ണി എത്ര രൂപയാണ് അതിന് വരുന്നത്, ആ കൃത്യമായ ആ പൈസ രൂപ എണ്ണി എടുത്ത ശേഷം അദ്ദേഹം തന്ന ആ രൂപയായിട്ട് കറക്റ്റാണ് കൃത്യമാക്കിയിട്ട് ടാലി ചെയ്തിട്ട് ആ സ്റ്റേഷനിൽ എത്ര ആ റെസിപ്റ്റിൽ അങ്ങനെ പോകുന്നുണ്ടോ ആ പൈസ കൃത്യമായി ബാങ്കിൽ അടയ്ക്കണം. ബാങ്കിൽ അടയ്ക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരത്ത് DGP ഓഫീസ് അവരുടെ അക്കൗണ്ടുണ്ട്. ആ അക്കൗണ്ടിലേക്ക് ഇത് കൃത്യമായി നമ്മൾ അടയ്ക്കണം. അടച്ചിട്ട് ആ റെസിപ്റ്റ് വാങ്ങി നമ്മളെ ഓഫീസ് രജിസ്റ്ററിൽ സൂക്ഷിക്കും. ആ പൈസ അങ്ങനെ കൊടുക്കുന്നത് കൂടാതെ ഇതിന് വയർലെസ് സംവിധാനത്തിലൂടെ രാത്രിയിൽ നടക്കുന്ന ആ കമ്മ്യൂണിക്കേഷനിൽ ഇത്ര എമിപ്പെറ്റി എന്നീ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ടുണ്ട്, അതിൻ്റെ ഇത്ര രൂപ ഫിസിക്കലായി നമ്മൾ അടച്ചിരിക്കുന്നു. ആ കൃത്യവും ഇത് കൊടുക്കുന്നതാണ്. എല്ലാ മാസവും ഇത് കൂട്ടി ആ മാസം എത്ര രൂപയാണോ ഒഫൻസിൻ്റെ പേരിൽ ആ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിരിക്കും ഇതെല്ലാം കൃത്യമായി കണക്ക് ചെയ്ത് ഈ രേഖകളെല്ലാം കൃത്യമായി ടാലി ചെയ്യും. ഇതിനകത്ത് 1 രൂപയെങ്കിലും വ്യത്യാസം വന്നാൽ അത് കൺസെൻറ്റ് ഉദ്യോഗസ്ഥൻ അതിൻ്റെ ബാധ്യസ്ഥനാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കള്ളത്തരം കാണിക്കാൻ പറ്റുകയില്ല. ഇത് കൂടാതെ ഒരു 5-6 വർഷത്തിന് ശേഷം, ചിലപ്പോൾ 2-3 വർഷത്തിന് ശേഷം ഈ റെസിപ്റ്റിവിറ്റികളെല്ലാം കൂടെ AG ഓഫീസിലെ ഉദ്യോഗസ്ഥർ വന്ന് പരിശോധിക്കും.